നമ്മൾക്ക് റോഡിലൂടെ എപ്പോഴും പോകുമ്പോൾ ചില ബസ്സുകളുടെയൊക്കെ ശബ്ദം കേട്ടാൽ നമുക്ക് വളരെ പേടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണല്ലേ. ചില ബസ്സുകളുടെയും ട്രക്കുകളുടെയും ഒക്കെ ശബ്ദം കേട്ടാൽ നമ്മുടെ ജീവൻ പോകും എന്ന് വരെ തോന്നിപ്പോകും. ആരായാലും ഒന്ന് ഞെട്ടും. കാതു തുളയ്ക്കുന്ന ഹോണും അടിച്ച് ചീറി പാഞ്ഞൊരു പോക്കാണ് ഈ വാഹനങ്ങൾക്ക്. പിഴ അടപ്പിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ കർണാടകയിലെ MVD റൂട്ടൊന്നും മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ತೊಂದರೆ ಆಗುತ್ತಾ ಯಾರಿಗೆ ತೊಂದರೆ ಆಗುತ್ತಲ್ವಾ ಬ್ಯಾಕ್ ಹಾಕಿದ್ಯಾ ಸ್ಕೂಲ್ ಬಸ್ ಅಲ್ವಾ ಅದು ಸರಿ ಒಂದು ನಿಮಿಷ ಫೈನ್ ಹಾಕಿ ಇನ್ನು ಕೆಳಗಿಳಿ ಹೊಟ್ಟೆ ಅಂತ ಬೇರೆ ಕುತ್ತೋ ಕುತ್ತೋ ಸುಮ್ಮನೆ ಕೇಳ್ಬೇಕು KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഈ ഒരു പേടി എന്താണെന്ന് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. എന്തായാലും കർണാടകയിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി മനസ്സിലായോ അവർക്ക് സാധാരണക്കാരുടെ പേടി എന്താണ്, കാൽനട യാത്രക്കാരെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്? എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളിലെ. എനിക്കിത് വീഡിയോ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ഈ ഒരു ഡയലോഗാണ്. ഒന്ന് നോക്കൂ, നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ ശബ്ദമലിനീകരണത്തെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഈ ബസ്സും ലോറി ഡ്രൈവർമാർക്കൊന്നും വലിയ ധാരണയില്ലാന്ന് തോന്നുന്നുണ്ട്. അവർ ഈ പലപ്പോഴും ചെറുവാഹനങ്ങളൊക്കെ മുന്നിൽ പോവുകയാണെങ്കിൽ അവർ പിന്നാലെ വലിയ കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള ഹോണുകളാണ്. പ്രത്യേകിച്ച് ഈ എയർ ഹോണുകളൊക്കെ കേരളത്തിന് പുറത്ത് നിർബാധം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ തന്നെ. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ തൊട്ടുപുറകിൽ ഇങ്ങനെ ബസ്, അത് സർക്കാർ ബസ്സുകളാണെന്ന് കൂടി ഓർക്കണം, ബസ് ഇങ്ങനെ കാതടപ്പിക്കുന്ന തരത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് മാറ്റാൻ, നമ്മൾ ആ ഹോൺ കേട്ടാൽ നമ്മൾ മുന്നിൽ നിന്ന് മാറിപ്പോകും. അമ്മാതിരി തരത്തിലാണ്, ചെവി പൊട്ടുന്ന തരത്തിലാണ് ഇവർ ഈ ഹോണടിയൊക്കെ ഉള്ളത്. ഏതായാലും ഇത് കണ്ട് അല്ലെങ്കിൽ കേട്ട് മടുത്താണ് കർണാടക മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ ട്രാഫിക് പോലീസും ഒന്ന് തുനിഞ്ഞിറങ്ങിയത്. ഇതിപ്പോൾ ഉത്തരകന്നഡ മേഖലയിലാണ്. ഇത് ബംഗളൂരുവിലേക്കും വൈകാതെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ഈ ഡ്രൈവർമാരെ, ഇങ്ങനെ ഹോൺ അടിച്ചു വരുന്ന ഡ്രൈവർമാരെ തടഞ്ഞു നിർത്തി എന്താണ് മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്തു. പലരും ആ ഹോൺ വരുന്ന ഭാഗത്ത് ചെവി വെച്ച് പെട്ടെന്ന് തന്നെ ചെവി എടുക്കുന്നുണ്ട്. അപ്പോഴും ഈ ഉദ്യോഗസ്ഥർ അതിന് സമ്മതിക്കുന്നില്ല. നീയൊക്കെ ഇത് അനുഭവിച്ചിട്ട് പോയാൽ മതിയിടാവുന്ന രീതിയിൽ അവരെ നിർത്തി ആ ഹോൺ മുഴുവൻ വലിയ ശബ്ദത്തിൽ അടിച്ച് അവരെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഏതായാലും ഇത് അനുഭവിച്ചും കണ്ടും കേട്ടും കുറച്ചാളുകളെങ്കിലും, കുറച്ച് ഡ്രൈവർമാരെങ്കിലും നമുക്ക് മാറി ചിന്തിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഏതായാലും കേരളത്തിലും നമുക്കിത് ഹോണടിക്കണം, പക്ഷെ അനാവശ്യമായുള്ള ഈ ഹോണടിയാണ് പ്രശ്നമാകുന്നത്. ശ്രീധരന്റെ ആഗ്രഹം എന്തായാലും അത് ബംഗളൂരുവിലേക്ക് ഒന്ന് വരണമെന്നാണ്. എന്റെ ആഗ്രഹം അത് കേരളത്തിലേക്ക് ഒന്ന് വരണമെന്നാണ്. നമ്മുടെ MVD കൂടി അതൊന്ന് കാണട്ടെ എന്നുള്ളതാണ്. അപ്പൊ ശരി ശ്രീധരൻ.